നമസ്കാരം. പൊതുവേ നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് സാധാരണയായിട്ട് ഒപ്പീനിയൻ പോൾ സർവേ ഫലങ്ങളൊക്കെ തന്നെ പുറത്തു വരാറുള്ളത്. വിവിധ ഏജൻസികൾ, കമ്പനികളൊക്കെ തന്നെ അവരുടെ വിലയിരുത്തലുകൾ, റിപ്പോർട്ടുകളൊക്കെ തന്നെ അനവധിയായിട്ട് ആ സമയങ്ങളിൽ പുറത്തുവിടാറുണ്ട്. എന്നാൽ ഇന്ത്യ ടുഡേ എന്ന മാധ്യമം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നമുക്കറിയാം, ഇന്ത്യ ടുഡേ ആക്സിസ് മൈ എന്ന ഏജൻസിയുമായിട്ട് സഹകരിച്ചോ, ഇനി അതല്ലെങ്കിൽ സീ വോട്ടർ എന്നുള്ള ഏജൻസിയുമായിട്ട് സഹകരിച്ചൊക്കെയാണ് അവർ കൂടുതലായിട്ടും അവരുടെ ഒപ്പീനിയൻ പോൾ ഫലങ്ങളൊക്കെ തന്നെ, സർവേകളൊക്കെ തന്നെ പുറത്തുവിടാറുള്ളത്. അതുപോലെ തന്നെ എക്സിറ്റ് പോളും അവർ പുറത്തുവിടാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും മറ്റു മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെയധികം ആധികാരികതയോടെയാണ് ഇന്ത്യ ടുഡേ സർവേ ഫലങ്ങൾ പുറത്തുവിടാറുള്ളത്. മറ്റെല്ലാ ചാനലുകളും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊക്കെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ പുറത്തുവിടാറുണ്ട്. എന്നാൽ ഇന്ത്യ ടുഡേയും അതുപോലെ തന്നെ അവരുടെ സർവേ ഏജൻസികളും ഒരു ദിവസമൊക്കെ കാത്തിരുന്ന് അതിന് കഴിഞ്ഞ ശേഷമാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ പുറത്തുവിടാറുള്ളത്. അതിനർത്ഥം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ എല്ലാ മേഖലകളിലും കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തി അവയെല്ലാം തന്നെ വിലയിരുത്തി പരിശോധിച്ച് ഏറ്റവും ആധികാരികമായി തന്നെ റിപ്പോർട്ടുകൾ നൽകുക എന്നുള്ളതാണ് ആ പ്രധാന ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രം ജനങ്ങളുടെ മനസ്സിനെ പരമാവധി മുതലെടുക്കുക എന്നതിനുപരിയായിട്ട് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ ടുഡേയുടെ ഒരു പ്രധാനപ്പെട്ട പുതിയ സർവേ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിഗതികളെല്ലാം തന്നെ കൃത്യമായി വിലയിരുത്തി വ്യക്തമാക്കുന്നതാണ് ഈ സർവേ. അതായത് ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ BJPക്ക് മികച്ച വിജയം നേടാനാകുമെന്നാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ആകെയുള്ള 543 അംഗ ലോക്സഭയിൽ 343 സീറ്റുകളും ഇന്നത്തെ അവസ്ഥയിൽ NDA മുന്നണി നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 232 സീറ്റുകൾ നേടിയ ഇന്ത്യ സഖ്യത്തിന് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ 188 സീറ്റുകളായിട്ട് കുറയുമെന്നും ഈ സർവേയിൽ പറയുന്നു. 2025 ജനുവരി 2-നും ഫെബ്രുവരി 9-നും ഇടയിലാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയിരിക്കുന്നത്. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും 1,25,123 വ്യക്തികളിലാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. 272 ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. എന്നാൽ 2024 292 സീറ്റ് നേടിയാണ് NDAയുടെ കക്ഷികൾ അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അധികാരത്തിലെത്തിയത്. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ സഖ്യകക്ഷികളായിട്ടുള്ള TDPയുടെയും അതോടൊപ്പം തന്നെ JDU ഒക്കെ തന്നെ പിടിച്ച സീറ്റുകളാണ് ഈ രാജ്യത്ത് വളരെ നിർണായകമായതും അതോ BJPയെ ഭരണകസേരയിലേക്ക് എത്തിച്ചതും. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വോട്ടെടുപ്പ് നടന്നാൽ അത് NDAയുടെ അല്ലെങ്കിൽ BJP സഖ്യത്തിൻ്റെ വോട്ട് വിഹിതം 3% വർദ്ധിപ്പിക്കുകയും 47% മാറുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ഈ സർവേ ഫലത്തിൽ പറയുന്നത്. ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതത്തിൽ വെറും 1% വർധനവ് ഉണ്ടാകുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു വോട്ടെടുപ്പ് നടന്നാൽ BJPക്ക് മാത്രം 281 സീറ്റുകൾ ലഭിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. അതിനർത്ഥം ഒറ്റയ്ക്ക് തന്നെ കേവല ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ള സൂചനയാണ് ഇതിൽ ലഭ്യമാകുന്നത്. BJPക്ക് മാത്രമായിട്ട് 41% വോട്ട് ലഭിക്കുമെന്നും പറയുന്നു. വോട്ട് വിഹിതത്തിൽ 3% വർധനവാണ് BJPക്ക് ഉണ്ടാവുക. അതിനുള്ള കാരണം കോൺഗ്രസ് ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഇപ്പോഴും തമ്മിൽ തല്ലും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ, അസ്വാരസ്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു കഴിവുകേടായി തന്നെ ഇപ്പോൾ ഈ സർവേ വ്യക്തമാക്കുകയാണ്. രാഷ്ട്രീയ വിദഗ്ധ യാമിനി അയ്യർ ആണ് ഇതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ സംഘടനാഘടനയാണ്, അതില്ലാതെ ഒന്നും ചലിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ തവണ 400 സീറ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തന്നെ. എന്നാൽ സ്വന്തമായിട്ട് ഭൂരിപക്ഷം നേടാൻ കഴിയാതെ വന്നതോടുകൂടി BJPയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വലിയ രീതിയിൽ ഈ രാജ്യത്ത് പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു. വാസ്തവത്തിൽ BJPയുടെ 400 സീറ്റ് എന്ന സ്വപ്നം അത് തകർന്നടിഞ്ഞത് ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയതിനും പ്രധാന കാരണമായി മാറി. കാരണം ഇത്രയും മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചാൽ BJP ഭരണഘടന തന്നെ മാറ്റുമെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ അന്ന് ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും വളരെയധികം സാധിക്കുകയും ചെയ്തിരുന്നു. അതാണ് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെയും വിജയമായി തന്നെ ആ തെരഞ്ഞെടുപ്പിൽ മാറിയത്. ദളിത് OBC വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്താനും ഇത് കാരണമായി തന്നെ മാറിയിട്ടുണ്ട്. കാരണം BR അംബേദ്കർ ഉണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടന അത് BJP മാറ്റി എഴുതുമെന്നുള്ള വ്യാപകമായിട്ടുള്ള ആ ഒരു വാർത്ത പുറത്തു വരികയും അത് BJPക്ക് വലിയ തിരിച്ചടിയായി തന്നെ മാറുകയും ചെയ്തിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ മുന്നേറ്റം പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ നിലനിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 6 മാസത്തിന് ശേഷം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടന്നു. അതിനുശേഷം ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലൊക്കെ തന്നെ തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പ് വിജയങ്ങളെല്ലാം തന്നെ BJP സ്വന്തമാക്കുകയും സംസ്ഥാന ഭരണം പോലും പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി.
ജമ്മു കാശ്മീരിൽ മാത്രം ഒരു പേരിന് ഇപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലുണ്ടെന്ന് മാത്രം. പക്ഷേ ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രിയും എങ്ങോട്ടാണ് എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രധാന ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ BJP വളരെ കാര്യപ്രാപ്തിയോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തുകയും ഇന്ത്യ മുന്നണിയാകട്ടെ വളരെ കഴിവുകെട്ട രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി നേരിടും എന്ന 100% സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഈ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.